ഓ ഓ ഓ എന്ത് മണ്ടാറം പിടിച്ച പിള്ളേരാണത്. ഇനി തന്തേ തള്ളൊന്നും ഇല്ലേ ഒന്ന് പിടിച്ചിരുത്താനായിട്ട്? ഓ എൻ്റെ അമ്മേ, അവിടെ അങ്ങോട്ട് നിന്ന് കാലിനൊക്കെ ഒരു മരപ്പ്. മോളെ എവിടെയെങ്ങാണ്ടും കണ്ടിട്ടുണ്ടല്ലോ, എവിടത്തേതാണ്? ഞാൻ വടക്കേടത്തെയാ. വടക്കേടത്ത് ആരുടെ മോള്? രാമേന്ദ്രന്റെ മോളാണാ? അല്ല, സുകുമാരന്റെ മോളാ ഞാൻ. ആ ആ, അവന്റെ മോളാണല്ലേ. ഞാൻ മോളെ ഇത്ര അടുത്ത് ചെറുപ്പത്തിലേ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അന്ന് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, കല്യാണത്തിന് ഞാൻ വന്നായിരുന്നേ. അന്ന് നല്ല വണ്ണം തോന്നിയല്ല, ഇപ്പൊ എന്ത് പറ്റി? അല്ല ആൻറ്റി, ഞാൻ വണ്ണം കുറച്ചതാ. മോക്ക ആ കോലം തന്നെയായിരുന്നു നല്ലത്. ഇപ്പൊ എന്തോ അസുഖം വന്ന പോലെ ഇരിക്കണം. മോക്കൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നില്ലേ? അല്ല, എനിക്കൊരു അനിയത്തിയാ ഉള്ളത്. ആ ആ, അപ്പൊ മോളാണല്ലേ മൂത്തത്? അതെ ആൻറ്റി. മോളെ ദൂരെ കണ്ടല്ലേ കെട്ടിച്ചു വിട്ടത്? ആ അതെ അതെ. എവിടെയായിരുന്നു അത്? അത് കൊല്ലത്ത്. എന്നിട്ട് ആ ബന്ധം വേർപെടുത്തിയിരുന്നില്ലേ മോളെ? ആ. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു പറയണ കേട്ടല്ല. ആ, ഒരു മോനുണ്ട്. ആ, എന്നിട്ട് ഇപ്പൊ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടാ? ഇല്ല. എന്തായിരുന്നു മോളെ ആ ബന്ധം വേർപെടുത്താൻ കാരണം? നല്ല ചെക്കനായിരുന്നു നല്ല അന്ന് പറയണ കേട്ടതേ. അത് പേഴ്സണൽ കാര്യമാണ്. പറഞ്ഞോ? ഈ അമ്മായി ആരോടും പറയൊന്നുമില്ല? ഇല്ല, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ മോളുടെ കുഴപ്പം തന്നെ ആയിരുന്നല്ലേ? ഞാനേ ഈ ബന്ധമൊക്കെ വേർപെടുത്തിയവര് ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിലും അതെ, ഈ കാലത്ത് രണ്ട് പുത്തൻ പെണ്ണുങ്ങളുടെ കയ്യിൽ വന്നാലേ അവരുടെ സ്വഭാവം മാറും. പിന്നെ ഭർത്താവിനൊന്നും വേണ്ട. അല്ല, മോക്ക് എന്തോ ജോലി ഉണ്ടായിരുന്നല്ലോ, എന്താണത്? അതൊരു അമേരിക്കൻ കമ്പനിയിലാണ്. അല്ല മോളെ, മോളുടെ ഒപ്പമാണോ കൊച്ചപ്പ, അല്ലെങ്കിൽ കെട്ടിയവനായിരുന്ന ആളുടെ ഒപ്പോ? മോൻ എൻ്റെ കൂടെയാണ്. ആൺകൊച്ചല്ലേ, അപ്പൊ അമ്മയുടെ കൂടെ തന്നെ വളരണതാണ് നല്ലത്. അച്ഛൻ്റെ ദുശീലമൊക്കെ പഠിക്കുമല്ലോ ആൺപിള്ളേരാകുമ്പോ. ഞാൻ മോളുടെ കല്യാണത്തിന് വന്നായിരുന്നു. അത് പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നു. രണ്ടാമത്തെ ഈ പറഞ്ഞ അനിയത്തിയുടെ കല്യാണത്തിന് സുമാരൻ ഞങ്ങളാരെയും വിളിച്ചില്ല. അപ്പൊ തന്നെ ഒരു വാശപ്പശക് തോന്നി. പിന്നെയാണ് അറിഞ്ഞത് മോള് വിവാഹബന്ധം വേർപെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കല്യാണം ഒന്ന് എല്ലാവരെയും വിളിക്കാൻ എന്നേ. അല്ല, അതുകൊണ്ടല്ല. എൻ്റെ കല്യാണത്തെ പോലെ അത്രയും ഗ്രാൻഡായിട്ട് നടത്തിയില്ല. അവൾക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും ചെറിയ രീതിയിൽ വിളിച്ച് നടത്തിയത്. അതൊരു കണക്കിന് നോക്കിയാൽ നല്ലതാണ് മോളെ. വന്നവരോടൊക്കെ മോളുടെ കാര്യം പറയേണ്ടി വരൂലേ? അല്ല, അവരുടെ പ്രേമ വിവാഹമായിരുന്നാ? അതെ. മോക്കും പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ പോരായിരുന്നാ? ഇത് ഇപ്പൊ കുടുംബക്കാര് കണ്ടുപിടിച്ച ചെക്കനാവുമ്പോ നമ്മളങ്ങോട്ട് ഒരു ദിവസം കണ്ട് ചായ കൊടുത്ത പരിചയത്തില് പുള്ളിടൊപ്പം പോണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറ്റൂലായിരുന്നല്ല. ശാരദ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ അവിടേക്ക് നോക്കിയിരുന്നു ചേച്ചിനാ. ഞാനിങ്ങോട്ട് പോന്നാണ്. അവിടെ എന്തോരം നേരം വെച്ച് നിൽക്കും. സദ്യക്കാണെങ്കിൽ ഒരുപാട് പേരില്ലേ, കാലിൻ്റെ മുട്ടൊക്കെ വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നാണ്. പിന്നെ പിള്ളേരുടെ എന്തൊരു തൊള്ളയാണ്. എനിക്ക് ഈ പിള്ളേരുടെ ഒച്ചേട്ട പ്രഷറും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടേ എനിക്ക് അങ്ങോട്ട് ദേഷ്യം കയറും. ആ, കല്യാണി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയെ പുറത്ത് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി മോളും ഉണ്ടാവൂന്ന്. മോളെ ഡിവോഴ്സ് കഴിഞ്ഞാ? ആ കാര്യം തന്നെയാണ് ഞങ്ങളും സംസാരിച്ചോണ്ടിരുന്നത്. എന്നാലും എനിക്ക് ഈ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ 10-18 വയസ്സ് പഠിച്ച് കളിച്ച് ഓടി നടക്കേണ്ട പ്രായത്തിൽ പിടിച്ച് കെട്ടിച്ച് 20-21 വയസ്സായപ്പോഴേക്ക് ഒരു കൊച്ചിനെയും കൊണ്ട് വീട്ടിലൊന്ന് നിപ്പായി. അല്ലെങ്കിലും അതെ, കല്യാണമൊക്കെ വേഗം അങ്ങോട്ട് കഴിപ്പിച്ച് വിട്ടാൽ നമ്മുടെ ബാധ്യത തീരുമെന്നാണ് ഈ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ അല്ല, അപ്പോഴാ തുടങ്ങുന്നത്. നല്ലൊരു ജീവിതം കിട്ടിയില്ലെങ്കിൽ പോയില്ലേ. പഠിപ്പിക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് വേണ്ടത്. മോളെ, അയാൾ ഒഴിഞ്ഞു പോയപ്പോ വല്ല ജീവിതാംശോ അങ്ങനെ എന്തോ സാധനമില്ല തന്നായിരുന്നാ?
അല്ലെങ്കിലും അതെ ഒഴിഞ്ഞൊക്കെ പോരുമ്പോഴേ ഒരു പോലും മേടിക്കരുത്. അതാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ എത്ര എത്ര സിനിമാ നടികളാണ് കല്യാണം കഴിഞ്ഞ് 2 മാസം 3 മാസം കഴിയുമ്പോൾ എനിക്ക് അവനെ വേണ്ടെന്ന് പറഞ്ഞു പോന്നത്. അപ്പൊ ഒരു പോലും കൊടുക്കാറില്ല, അല്ല മേടിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ട് എത്ര എത്ര സിനിമാ നടികള്. ഞാൻ ഫേസ്ബുക്കിൽ കാണാൻ തോക്കാം. അവർക്കൊക്കെ കോടികളുടെ ആസ്തി ഉണ്ടാവും ചേച്ചി. അപ്പൊ പിന്നെ നിസ്സാര പൈസ ഇട്ടിട്ട് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ മോക്ക് അങ്ങനെയല്ലല്ല. എന്നാലും എനിക്ക് ഈ കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാവാ. സുരഭിയേ, ഓ എന്റെ കുണ്ടറയിലുള്ള അമ്മായി വന്നിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒച്ചയാണത്. ഞാൻ ചെല്ലട്ടേട്ടാ, വരാട്ടാ. ആ ചെല്ലേ, നീ വന്നാ മതി. ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്ക. മോളിനെവിടെ പോണം? ഇവിടെ ഇരിക്കുന്നേ. ഇനിയിപ്പൊ അടുത്ത കല്യാണം വല്ലതും നോക്കുന്നുണ്ടാ? 2ാം കല്യാണം? ഇല്ലേച്ചി, മോന് വേണ്ടി ജീവിക്കണം എന്നാ ഞാൻ വിചാരിച്ചിരിക്കണത്. അതൊക്കെ നല്ല പ്രായത്തില് തോന്നും മോളെ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ നമുക്കങ്ങോട്ട് മടുക്കും ജീവിതം. പിന്നെ ഒരു കൂട്ടൊക്കെ വേണമെന്ന് തോന്നും. ഇപ്പോഴാവുമ്പോ അധികം പ്രായമില്ലാത്തോണ്ട് 2ാം കെട്ടുകാരനെ എവിടെന്നെങ്കിലും കിട്ടും. കുറച്ചും കൂടി കഴിഞ്ഞാൽ വല്ല വയസ്സന്മാരെ കിട്ടുള്ളൂ കേട്ടാ. മോള് MSc ഒക്കെ എങ്ങാണ്ടും കഴിഞ്ഞല്ലായിരുന്ന? അപ്പൊ പുറത്തോട്ട് വല്ലതും പോവാൻ നോക്ക്. പുറത്തോട്ടൊക്കെ പോയാ വല്ല കല്യാണ മാർക്കറ്റിലേ നമുക്കൊരു ഇത്തിരി കയറ്റി പിടിക്കാം. പിന്നെ ഒരു കൊച്ചക്കൊള്ളതാകുമ്പോ ഒരു കൊച്ചുള്ളേക്കനൊക്കെ കിട്ടാനാണ് സാധ്യത. ഇല്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കാണ്ടിരിക്കുന്ന ചെക്കന്മാരെ നോക്കണം. ഇല്ല ആൻറ്റി, ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല. ആ നീ ഇവിടെ ഇരിക്കണുണ്ടായിരുന്നു. എവിടെയൊക്കെ നോക്കി ഞാൻ. ആ സുമേ, സുഖം തന്നെ? ആ സുഖം തന്നെ. മോളെ അച്ഛനൊന്ന് വിളിച്ചേടി. ഫോണിലേ അച്ഛനെ വിളിച്ചിട്ട് കിട്ടണല്ലോ. ഇവിടെ നിൽക്കണുണ്ട്. അതാവുമ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് സദ്യക്ക് ഇരിക്കാണ്ട് കഴിച്ചിട്ട് വേഗം പോവാല്ലോ. എനിക്ക് കുടുംബശ്രീക്ക് പോകണമെന്നേ. ഞാൻ കണ്ട് നീ അവിടെ നിക്കണത്. കൊറേ നേരം ശൂശൂന്ന് വിളിച്ച് നീ കണ്ടില്ല. എന്നാലും എൻ്റെ സുമേ, കൊച്ചു ബന്ധം വേർപെടുത്തി വന്നിക്കാന്നുണ്ട് കുറച്ചു കാലമായില്ലേ. എന്താ നിങ്ങളൊരു കല്യാണം ആലോചിക്കാത്ത ഈ കൊച്ചിന്? കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ ചേച്ചി. അവൾക്ക് അതിന് താല്പര്യമില്ല. പിന്നെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടാ? നിർബന്ധിക്കണം. നിങ്ങളുടെ കാലം കഴിഞ്ഞ് ഈ പെണ്ണിനൊരു കൂട്ട് വേണ്ടേ? മരണം വരെ അവളുടെ മോനുണ്ടാവും നമുക്ക് കൂട്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിപ്പിച്ചാലും ഒരുമിച്ച് മരണം വരെയൊക്കെ ഉണ്ടാവും. എന്താ ഉറപ്പ്? എന്നാൽ ഈ പെണ്ണിന് ഇങ്ങനെ വെറുതെ നിർത്തിയിട്ട് നിനക്ക് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണ്? ശാരദ ചേച്ചി 19 വയസ്സിലായിരുന്നു ഇവളുടെ കല്യാണം. അന്ന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇടപെടെ എന്നുള്ളൊരു കല്യാണം. ഇപ്പം ചേട്ടന് അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന സമയമാണല്ലോ. ചേട്ടന് കല്യാണം കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ വേഗം പിടിച്ച്. അത് ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചും കൂടി ഇല്ല, ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഒരു കൈക്കുഞ്ഞായി വീട്ടിലോട്ട് വന്നപ്പോൾ പിന്നെ ഇനി ഒരു കല്യാണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റാണ്ടായി. പിന്നെ ഇപ്പോൾ ഒരു ജോലിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ആ കൊച്ചിനെയൊക്കെ നോക്കി ജീവിക്കട്ടെ, അത് തന്നെ. എന്നാലും ഒരു തുണയില്ലാതെ എങ്ങനെയാണ് ജീവിക്കണത്? തുണയെ കൊണ്ട് കിട്ടിയതെന്നേ അവള് ജീവിതത്തിൽ മറക്കൂല. അത്ര അധികം ഉണ്ട്, പറഞ്ഞാൽ തീരൂല. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളു. പിന്നെ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ 2ാം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിക്കണവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഇവളിങ്ങനെയൊക്കെ തന്നെ പോട്ടെ, അതാണ് ഞാനും ആലോചിക്കണത്. കൊച്ചിനെയൊക്കെ നോക്കി എന്താന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാനും ഞങ്ങൾക്ക് വയ്യ. പിന്നെ എത്ര കാലം ഞങ്ങളുണ്ട് അത്രയും കാലം ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞ് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. എന്നാലും എനിക്ക് ഈ കൊച്ചിനെ കണ്ടിട്ടാണേ. അല്ല ചേച്ചി, ചേച്ചിയുടെ മോള് UK പഠിക്കാൻ പോയിട്ടേ അവിടെ ഒരു ആഫ്രിക്കൻ ചെക്കൻ്റെ ഒപ്പം ലിവിങ് ടുഗദർ ആണെന്ന് കേട്ടല്ല, ശരിയാണോ? അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ ഒരു ആഫ്രിക്കൻ മരുമോനുള്ളത് ചേച്ചിക്ക് മാത്രമാണ്. ഇപ്പൊ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളൊക്കെ ചേച്ചിനെ ആഫ്രിക്കൻ അമ്മായി അമ്മ എന്നൊക്കെയാണ് വിളിക്കണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓ വിളിച്ചാ വന്നിട്ടാ? ആരോ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരെ. കണ്ട, മിണ്ടാതിരുന്നാ മിണ്ടാതിരിക്കേ ഉള്ളൂ. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയത് കണ്ട അങ്ങോട്ട്. അതുപോലെയാണ്.
നിന്നോട് അന്ന് ഞാൻ പറയൂലേ, പറയാനുള്ള അങ്ങോട്ട് പറയ്. ആൾക്കാരെ മുഖം നോക്കേണ്ട ആവശ്യം എന്താണ്? നിന്നെ കുറിച്ച് അവരിവിടെ പറയണത് ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ? ഡിവോഴ്സായ പെണ്ണാണോ എല്ലാവർക്കും പുച്ഛിക്കാനും കളിയാക്കാനൊക്കെ നല്ല താല്പര്യമാണ്. ചേച്ചി ഇവിടെ വന്നിരിക്കുന്ന നീ നമ്മുടെ കുണ്ടറെല്ലാം അമ്മായി വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ലി. ഞാനും പുള്ളിക്കാരിയോട് വർത്താനം പറഞ്ഞിരിക്കുന്നു. എൻ്റെ അമ്മേ, പുള്ളിക്കാരി വർത്താനം പറഞ്ഞ് മനുഷ്യനെ കൊന്ന്. ഷോ, ചേച്ചി അമ്മായിനെ കണ്ടായിരുന്നാ? ഇല്ല കണ്ടില്ല. അപ്പൊ ശാരദ ചേച്ചി പോയായിരുന്നോ? ആ, ചേച്ചിനെ ആരോ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പോയി. കുണ്ടറയിലുള്ള അമ്മായി ആയിരിക്കും. ഞാൻ വന്നപ്പോ കല്യാണിയും ശാരദ ചേച്ചിയും കൂടി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു. ആ, ഞാനും വന്നപ്പോഴേ അവര് രണ്ടുപേരും കൂടി വർത്താനം പറയായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ല, ഈ കളിയാക്കിയും കുത്തി കുത്തി പറഞ്ഞ് വേദനിപ്പിക്കണത്. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. വയസ്സായവരല്ലേ ചേച്ചി? ഓ, നിനക്ക് വയസ്സായിട്ടില്ല. നീയും എൻ്റെ മോളെ എന്തൊക്കെയൊക്കെ പറയണ ഞാൻ നേരത്തെ കേട്ടല്ല. ഞാനോ? എപ്പാ? എൻ്റെ സുരഭി, പഴയതൊന്നും മറക്കരുത്. പണ്ട് നിന്റെ കെട്ടിയോൻ ദുബായിക്ക് പോയിരുന്ന സമയത്തേ ഒരു ദിവസം നീ ഒരാളെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് വലിയ പ്രശ്നമായതും പിന്നെ അതെല്ലാവരും അറിയൂന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ചതൊക്കെ ഒത്തുതീർപ്പാക്കിയതൊക്കെ മറന്നിട്ടില്ലല്ലോ അല്ലേ? അയ്യോ ചേച്ചി, പതുക്കെ പറ. അതൊന്നും ആർക്കും അറിഞ്ഞൂടാ. എൻ്റെ കെട്ടിയോൻ അപ്പുറത്തുണ്ട്, ലീവിന് വന്നിട്ടുണ്ട്. ആ, പതുക്കെ പറയാം. ഒരാളെ കുത്തിപ്പറഞ്ഞിങ്ങനെ വേദന കണ്ടേ ആസ്വദിക്കുമ്പോൾ ഒന്ന് നമ്മൾ ആലോചിക്കണം, സ്വയം നമുക്ക് അത് പറയാനുള്ള യോഗ്യത ഉണ്ടോയെന്ന്. എനിക്കിപ്പോൾ വേണമെങ്കിലും അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ പറ്റും. അന്നത്തെ ആ CCTV ഒക്കെ ഇപ്പോഴും ചേട്ടൻ്റെ ഫോണിലുണ്ടായിരുന്നേ. എനിക്കറിയാം ചേച്ചി എല്ലാം. ചേച്ചി ഇതൊന്നും പറഞ്ഞെന്നെ നാറ്റിക്കല്ലേ കേട്ടാ. ആ, മഞ്ഞ ചേട്ടാ, ചേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കണ്ടില്ലേ, ഇത്ര ഉള്ള അവളൊക്കെ. മനുഷ്യന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും വന്നവർ ഒന്ന് താന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുക, കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എന്തോരം അവർ കുത്തിയാലും നമുക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ താനെ നിർത്തിക്കോളും. പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിനക്കല്ലേ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത്. എടി, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ ഇടയിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. നീ വീട്ടിലിരുന്നാന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുകൊണ്ടാണ് ഈ വിവാഹമോചനം കഴിഞ്ഞുകൊണ്ടാണ് നീ ഇറങ്ങാത്തതെന്നും പറഞ്ഞ് ആൾക്കാർ പലതും ഉണ്ടാക്കും. അതിനേക്കാൾ ഭേദം ഇതേപോലുള്ള ആൾക്കാരുടെ ഇടയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസം പറയും, പിന്നെ അത് ശരിയായിക്കോളും. മനസ്സിലായ? പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അവരെ വർത്താനമൊക്കെ കേട്ടിട്ട് പ്രതികരിക്കാതിരിക്കാം, ഇല്ലെങ്കിൽ പ്രതികരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രതികരിക്കുന്നത് തന്നെയാണ് നല്ലത്. അച്ഛൻ്റെ ഒച്ചയല്ലേ കേട്ടത്? വന്നിട്ടുണ്ടെന്ന് തോന്നണ്. വാ, ഭക്ഷണം കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോവാം.